നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ ഭൂമിയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആ മുകളിലത്തെ പാളികൾ എത്രമാത്രം അത്ഭുതകരമാണ്. മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിവയുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മീസോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. സ്ട്രാറ്റോപാസിൽ നിന്നും തുടങ്ങി 50 മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഇവിടെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലമാണിത്. ഉൽക്കവർഷ പ്രദേശമെന്ന് അറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന രേഖയാണ് മീസോപാസ്. മീസോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നൊക്ടിലൂസന്റ് മേഘങ്ങൾ. ഇനി നമുക്ക് തെർമോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. മീസോപാസിൽ തുടങ്ങി 80 മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ മണ്ഡലം. ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളിയാണിത്. ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും ആകാശത്ത് മനോഹരമായ വർണ്ണപ്രകാശങ്ങൾ വിരിയുന്ന ഔറോറ എന്ന അത്ഭുത പ്രതിഭാസം അരങ്ങേറുന്നതും ഈ പാളിയിലാണ്. എന്താണ് ഔറോറ എന്ന് നിങ്ങൾക്കറിയാമോ? സൂര്യനിൽ നിന്ന് വരുന്ന ഊർജ്ജസ്വലമായ കണികകൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലൂടെ തെർമോസ്ഫിയറിൽ എത്തി അവിടെയുള്ള അന്തരീക്ഷ വാതകങ്ങളുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശപ്രസരണമാണ് ഔറോറ. സൂര്യനിൽ നിന്നുള്ള ഈ ഊർജം നമ്മുടെ അന്തരീക്ഷ വാതകങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ മനോഹരമായ ദൃശ്യവിരുന്നിൻ്റെ പിന്നിലെ രഹസ്യം. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ അയണോസ്ഫിയർ കാണപ്പെടുന്നു. ഈ ഭാഗത്ത് അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മി വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്ന് വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. വാർത്താവിനിമയത്തിന് സഹായിക്കുന്ന റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ആയതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. ഇനി നമുക്ക് എക്സോസ്ഫിയർ എന്താണെന്ന് നോക്കാം. തെർമോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് എക്സോസ്ഫിയർ. വാതക കൈമാറ്റം നടക്കുന്ന പാളി. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമൻ രേഖ. കാർമൻ രേഖ കണ്ടെത്തിയത് തിയോഡോർ വോൺ കാർമൻ. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം.